ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസം, അതായത് നമ്മുടെ ഏപ്രിൽ 15 വിഷു. ഏപ്രിൽ 14 ഇന്ന്. വൈകിട്ടായപ്പോഴത്തേനും ഒരു ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാൻ തോന്നി. നല്ല അടിപൊളി ചുക്ക് കാപ്പിയാണ്, നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കോട്ടയം പോകാൻ തീരുമാനിച്ചു. ഇതാ കോട്ടയത്ത് വന്നു. ഈ പോകുന്നത് ആരാന്നറിയാമോ? വന്ദേ ഭാരതാണ്. ഇത് നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ ആശാൻ പോകുന്ന കണ്ടപ്പോഴത്തേന് വെറുതെ ഒന്ന് നോക്കി നിന്നു. ഇതിന് മുൻപ് ഞാൻ വന്ദേ ഭാരതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അതൊരു ബ്ലൂ കളറായിരുന്നു, ഇതൊരു ഓറഞ്ച് കളറാണ്. പിന്നെ അതിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ, പിന്നെ ഇതാ ഈ സന്ധ്യ സമയത്ത് നമ്മുടെ നാഗമ്പടം, കോട്ടയം ആ ഒരു ഏരിയ കാണാനായിട്ട് ഇതുപോലെയാണ്. ആ ട്രെയിൻ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് വെറുതെ നോക്കി നിന്നു. നല്ല രസമുണ്ട്. അതിനുശേഷം കോട്ടയം പോയി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു, കണി വയ്ക്കാനുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിച്ച് നേരെ തിരിച്ചു വന്നു. പിന്നെ ഇത് കണ്ടോ, ഒരു കുന്ന് പണിയുണ്ട്. പിന്നെ ഇന്ന് ചൂടൊക്കെ അല്ലായിരുന്നോ, അപ്പം കുറച്ച് ജ്യൂസൊക്കെ അടിച്ചായിരുന്നു. അതിൻ്റെ മിക്സി ജാറൊക്കെ കഴുകുകയാണ്. അതിനിടയ്ക്ക് ഞാൻ മൈലഞ്ചി ഇട്ട് കാണിച്ചാണ്, ഞാൻ തന്നെ ഇട്ടതാണ്. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം അടുക്കി പെറുക്കി ഷെൽഫിൽ വെച്ചു. അതിനുശേഷം വീണ്ടും ഉണ്ട് കേട്ടോ, പാത്രങ്ങളൊന്നും ഒത്തിരി ഉണ്ടായിരുന്നു, കാരണം ക്ലീൻ ചെയ്യണമായിരുന്നു. എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ചതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റാണ്, അതിൻ്റെ തൊലിയൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ കൂടുതലും ചെടിക്കാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ചെടി നല്ല രീതിയിൽ വളരാനായിട്ട് ഇതൊരു സഹായമാണ്. അതിനുശേഷം ഞാൻ താലം പോലെ അതൊക്കെ കൊണ്ടുനടക്കുകയാണ് കളയാനായിട്ട്. എല്ലാം കഴിഞ്ഞു, ക്ലീൻ ചെയ്തു നേരെ വന്നു. ഇതാണ് ഞാൻ വാങ്ങിച്ച കുറച്ച് ഐറ്റംസ്, അതായത് കണി വയ്ക്കാനായിട്ട്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ വലുതായിട്ട് അറിയില്ല എങ്ങനെ വെക്കണമെന്ന്, എന്നാലും പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം കണ്ണന് വയ്ക്കില്ലേ. ഇത് പഴം വാങ്ങിച്ചു. ആപ്പിള്, കറുത്ത മുന്തിരി, പച്ച മുന്തിരി, ഓറഞ്ച്, മാമ്പഴം, പൈനാപ്പിൾ എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറിയും വാങ്ങിച്ചിട്ടുണ്ട്. ആപ്പിളൊക്കെ കണ്ടോ, ഒരു കേടോ ഒന്നുമില്ല. ഓറഞ്ചും നല്ല അടിപൊളിയായിരുന്നു, കേടൊന്നുമില്ല. മാമ്പഴം ഇത് ഇവിടുത്തെ മാവിൽ നിന്ന് വീണതാണ് കേട്ടോ. അതൊരെണ്ണം ഞാൻ കടിച്ചു വെച്ചിട്ടാണ്. കണ്ടോ, ഇത് വീണപ്പോഴത്തേക്കിനും അത് ആ പാട് പറ്റിയതാണ്, പൊട്ടി വീണതാണ്. താഴെ വീണപ്പം നല്ല കാറ്റായിരുന്നു, കാറ്റത്ത് വീണതായിരുന്നു. പിന്നെ ഈ ആശാനെ ഞാൻ തിരുനക്കര അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ ഒരു കസവ് മുണ്ടൊക്കെ, എൻ്റെ സെറ്റ് മുണ്ടുമാണ്, അതൊക്കെ വിരിച്ച് സെറ്റ് ചെയ്ത് തലേദിവസം വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ തലേദിവസം വയ്ക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാം രാവിലെ ആകുമ്പോഴത്തേനും വന്ന് നമുക്ക് വിളക്ക് കത്തിക്കാമല്ലോ. ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റു. കണ്ണന് കണി കണ്ടു. ഞാൻ തന്നെയാണ് കേട്ടോ, കാരണം എനിക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു ധൈര്യം എനിക്കുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക, അതാണ് എൻ്റെ തീരുമാനം. കണ്ടോ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു കണി ഒരുക്കിയിട്ടുണ്ട്. ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, പിന്നെ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. 5 തിരിയിട്ടാണ് ഞാൻ ഇന്ന് കത്തിച്ചത്. പൈനാപ്പിൾ, മാമ്പഴം, ആപ്പിൾ എല്ലാം ഞാൻ. പിന്നെ കണ്ണൻ ഒരു മുല്ലമാല തിരുനക്കര അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചാണ്, മുല്ലമാല വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കണി വയ്ക്കാൻ എനിക്ക് സാധിച്ചു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താ, അങ്ങനെ ഒരു പ്രതീക്ഷ വേണം നമുക്ക്. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളൊരു പ്രതീക്ഷ. എൻ്റെ കണ്ണനെ കണ്ടോ, മുല്ലമാലയൊക്കെ ചാർത്തി നിൽക്കുമ്പോൾ എന്ത് സുന്ദരനല്ലേ. കുറച്ച് നേരം ഞാൻ എൻ്റെ കണ്ണനെ ഇങ്ങനെ നോക്കി നിന്നു. വിളക്കെല്ലാം കത്തിച്ച് കുറച്ച് നേരം നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളും പരിഭവങ്ങളും പരാതികളും എല്ലാം പറഞ്ഞു. കണ്ണനും ഞാനും ഓക്കെ ആയി. പിന്നെ നേരം വെളുത്തു. പത്രം വന്നിട്ടുണ്ട്, മലയാള മനോരമ വന്നിട്ടുണ്ട്, രാവിലെയുള്ള വെട്ടം. അതിനുശേഷം ഒന്ന് അമ്പലത്തിൽ പോയി മനസ്സുരുകി, അതായത് നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ഇന്ന് ദേവിയുടെ അമ്പലത്തിലാണ് പോയത് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. ഇന്നൊരു സാരിക്ക് കൊടുത്താണ് പോയത്. ഇത് ഞാൻ കഴിഞ്ഞ ഓണത്തിന് എടുത്താണ്. എന്നാലും അമ്പലനടയിൽ വന്ന് നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇനി അങ്ങോട്ട് ഐശ്വര്യമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. നേരെ വീട്ടിൽ വന്നു വട്ടയപ്പവും ചായയും. പാൽച്ചായ ഞാൻ കുടിച്ച് തീർത്തു, വിശപ്പോടെ വന്നതാണ്. ഈ ആശാനുണ്ട്, ടോണി എന്നാണ് വിളിക്കുന്നത്. അവനുമായിട്ട് കുറച്ച് നേരം
കുശലമൊക്കെ പറഞ്ഞിരുന്നു. അവൻ എന്നോട് ചോദിക്കുകയാണ് സുഖമാണോ എന്ന്.